ഗസയാണ്. ഗസയിൽ ഒരു ശാശ്വത സമാധാനം പുലരാൻ പോകുന്നു എന്ന വളരെ പ്രതീക്ഷാവഹമായ ഒരു ചർച്ച ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അവിടെ ഒരു 60 ദിവസത്തെ വെടിനിർത്തലിനാണ് ഇപ്പോൾ 60 ദിവസത്തെ വെടിനിർത്തൽ വരാൻ പോകുന്നു എന്ന പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയതെങ്കിൽ കൂടിയും ഒരു ശാശ്വത സമാധാനം, ശാശ്വതമായ വെടിനിർത്തൽ വേണമെന്ന് ഹമാസിൻ്റെ ആവശ്യം ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടതായുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിനകത്തൊരു ഔദ്യോഗിക പ്രഖ്യാപനം ട്രംപ് തന്നെ നടത്തുമെന്ന് മനസ്സിലാക്കുന്നു. നെതന്യാഹു നാളെ ട്രംപുമായി അമേരിക്കയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അത് ഏറെക്കുറെ നിർണായകമാണ്. അപ്പോൾ ഈ നേരത്തെ ഒക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു വെടിനിർത്തലാണോ, പിന്നീട് ഇസ്രായേൽ തന്നെ ഏകപക്ഷീയമായി അവസാനിപ്പിക്കുകയും വീണ്ടും ഒരു വംശഹത്യയിലേക്ക് പോവുകയും ചെയ്യുന്ന രീതിയിലാകുമോ, അതോ ഒരു ശാശ്വതമായ വെടിനിർത്തൽ വരുമോ എന്നതാണ് നമ്മൾ രണ്ടാമതായി സംസാരിക്കുന്നത്. ദിവസം ഇപ്പോഴത്തെ ചർച്ചകളെ തുർക്കി കൂടി അതിനകത്ത് മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ചർച്ചകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ പറയുന്നത് പോലെ ഹമാസ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ശാശ്വത വെടിനിർത്തൽ, ശാശ്വത സമാധാനം അവിടെ സാധ്യമാണോ? ശാശ്വത സമാധാനം, ഇപ്പോൾ സമാധാനം എന്ന് പറയുന്നൊരു സംഗതി പിന്നെ ഔദാര്യത്തിൽ ലഭിക്കുന്നൊരു ഒരു കാര്യമല്ല. ഒരു ശക്തിയുള്ളവനാണ് സമാധാനം സ്ഥാപിക്കുന്നത്. എപ്പോഴും വിജയിച്ചവനാണ് എപ്പോഴും വിജയിച്ചവൻ്റെ കൂടെ ആയിരിക്കും സത്യമെന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഇവിടെ നമ്മളുടെ ഒരു ലോകക്രമം നമ്മൾ പലവട്ടം സംസാരിച്ചതാണ്. ശക്തിയുള്ളവൻ്റെ കൂടെ നിൽക്കുന്ന ലോകക്രമമാണ്. ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തികഞ്ഞ മൃഗീയതയാണ്, പൈശാചികതയാണ് ഇസ്രായേൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതേസമയം അതിനെ തടയാൻ ലോകത്ത് ആർക്കും സാധിക്കുന്നില്ല. അതാണ് കഴിഞ്ഞ 658 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പം ഡൊണാൾഡ് ട്രംപ് വളരെ ശക്തമായിട്ടൊരു സീസ് 60 ഡേ സീസ് ഫയറിന് വേണ്ടിയിട്ട് പ്രഷർ ചെയ്യുന്നു. നെതന്യാഹു അതിന് വഴങ്ങുന്നു എന്നൊക്കെയാണ് വരുന്ന വാർത്തകൾ. എത്ര അത് സംഭവിച്ചാലും നമുക്കത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ട്രംപ് എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ പല ഘടകങ്ങളുണ്ടാവും. ഒന്ന്, അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ തന്നെ ഈ മിഡിൽ ഈസ്റ്റ് പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ നമ്മൾ കാണേണ്ട കാര്യം, ഇപ്പോൾ ഗസ യുദ്ധം തുടങ്ങിയ സന്ദർഭത്തിൽ ലോകത്ത് വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് ചെറുതായിട്ട് പുറകോട്ട് പോകുന്നുണ്ട്. പക്ഷേ അടുത്ത കാലത്തായിട്ട് ഈ പറയുന്ന ഗസ പ്രൊട്ടസ്റ്റുകൾ വെസ്റ്റേൺ ക്യാപിറ്റലുകളിൽ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തിപ്പെടുക മാത്രമല്ല, അത് കൂടുതൽ തീവ്രമായി വരുന്ന ഒരു സംഗതിയുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച മറ്റേ ബ്രിട്ടീഷ് ബാൻഡിൻ്റെ കാര്യം നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. ബോബ് വിലൻ ബാൻഡിൽ സംഭവിച്ച കാര്യങ്ങൾ. ആ നിലക്ക് പടിഞ്ഞാറൻ ഭരണകൂടങ്ങൾക്ക് തന്നെ അസ്വസ്ഥതയും തലവേദനയും ഉണ്ടാകുന്ന തരത്തിൽ പല സ്വഭാവത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വേ ഒരു ഗവൺമെൻറ് മീറ്റിംഗ് പോലും നടത്താൻ പറ്റാത്ത സ്വഭാവത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ, വ്യത്യസ്തമായ രീതിയിലുള്ള, ഒരുപക്ഷെ വിചിത്രമെന്ന് തോന്നാവുന്ന രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ. എയർപോർട്ടിലൊക്കെ ഗവൺമെൻറ് ഉത്തരവാദപ്പെട്ട ആളുകളെ തടഞ്ഞു നിർത്തിയ ആളുകൾ ചോദ്യം ചെയ്യുകയും ആക്രോശിക്കുകയും ഫ്രീ പാലസ്റ്റൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്ത വീഡിയോസൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഒരു വെസ്റ്റേൺ പബ്ലിക് ഒപ്പീനിയനിൽ വലിയ തോതിൽ ആ ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരത എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവിടെ വലിയ തോതിലുള്ള പട്ടിണിയാണ്. പട്ടിണി എന്ന് പറഞ്ഞാൽ മാൻ മെയ്ഡ് ഫെമൈൻ എന്ന് പറയാം. ഇവർ ഉപരോധിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇവർ GHF എന്ന് പറഞ്ഞിട്ട് ഗസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ തന്നെ കൺട്രോളുള്ള ഒരു ഏജൻസി വഴിയാണ് ഭക്ഷണ വിതരണം നടത്തുന്നത്. ഈ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്ക് ആളുകൾ വരികയാണ് വേണ്ടത്. ഈ വരുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുക. വിശന്നിട്ടാണല്ലോ ആളുകൾ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്ക് വരുന്നത്. അവിടെ വരി നിൽക്കുന്ന ആളുകളെ വെടിവെക്കുക. അങ്ങനെ ഇന്നേക്ക് 613 മനുഷ്യരാണ്, 613 വിശക്കുന്ന മനുഷ്യരെയാണ് വെടിവെച്ച് പോകുന്നത്. എന്തിനാണ് വെടിവെച്ച് കൊല്ലുന്നത്? ക്യൂ തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെടിവെക്കുക. ക്യൂവിൽ ചെറിയ ഡിസ്റപ്ഷൻ ഉണ്ടായി വെടിവെക്കുക, കൗണ്ടറിൽ തിരക്കുണ്ടായാൽ വെടിവെക്കുക. ഇങ്ങനെയൊക്കെ അതിന് സ്നൈപ്പേഴ്സിനെ അവർ നിർത്തി വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഹാരറ്റ്സ് ഒരു IDF സോൾജറെ ഉദ്ധരിച്ചുകൊണ്ടൊരു അതിഗുരുതരമായ റിപ്പോർട്ട് പുറത്തു വിട്ടു. ആ IDF സോൾജർ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശമാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വെടിവെപ്പ് ഉണ്ടാക്കണം, ഇവർ വെടിവെച്ച് കൊല്ലണം എന്ന് ഞങ്ങൾക്ക് മേലെ നിന്ന് കിട്ടിയ നിർദ്ദേശമാണ് എന്ന് ഒരു IDF സോൾജറെ ഉദ്ധരിച്ചിട്ട് ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ മനുഷ്യത്വം എന്ന് പറയുന്ന സംഗതി ഒന്ന് ആലോചിച്ച് നോക്കും. വിശന്ന ഒട്ടിയ വയറുമായി വരിയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നേരെ വെടിവെക്കുക. അങ്ങനെ 613 മനുഷ്യരെ ഇന്നേക്ക് കൊന്നു കഴിഞ്ഞു. 57,000 ആളുകളെ മൊത്തം ഗസയിൽ കൊന്നു കഴിഞ്ഞു. ഈ 613 വരിയിൽ നിന്ന് 613 ആളുകളെ കൊന്നു. അതിനിടയ്ക്ക് വേറെയും റിപ്പോർട്ട് വന്നു, ഇവരിവിടെ വിതരണം ചെയ്യുന്ന മാവിൽ ഈ മയക്കുമരുന്നിൻ്റെ അംശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്രൂരമായിട്ടുള്ള
ഈ പ്രത്യേകിച്ച് ഈ GHF കേന്ദ്രങ്ങളെ വെടിവെപ്പ് എഗൻ പടിഞ്ഞാറ് നാടുകളിൽ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അതിന് വലിയ ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏതൊരു ഭരണകൂടമാണ് ആണെങ്കിലും അവരുടെ ജനങ്ങളോട് സ്വന്തം ജനതയോട് മറുപടി പറയേണ്ട പല കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിൻ്റെ സമ്മർദ്ദം ഉണ്ടാകാം. പിന്നെ ഈ ഇറാൻ പ്രശ്നത്തിലേക്ക് എന്നെ നെതന്യാഹു വലിച്ചിഴച്ചതാണ് എന്ന് ട്രംപ് വിചാരിക്കുന്നുണ്ട്. ആ ഒരു ഫീല് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിലുണ്ട്. അനാവശ്യമായൊരു കാര്യത്തിലേക്ക് പ്രത്യേകിച്ച് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും ഇറാൻ തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധം ഉണ്ടാകുന്നത്. അപ്പോൾ ആ നിലക്ക് നമ്മൾ ഇവരുടെ കളിക്കനുസരിച്ച് തുള്ളുന്ന കുരങ്ങന്മാർ മാത്രമാവുകയാണ്, ഇസ്രായേലിൻ്റെ കുരങ്ങന്മാർ മാത്രമാവുകയാണ് എന്ന ഫീല് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ പല ആളുകളും പങ്കുവെക്കുന്നുണ്ട്. പരസ്യമായിട്ട് തന്നെ അവർ ചിലത് ടെലിവിഷൻ ഡിബേറ്റുകളൊക്കെ അത് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പല ഡൈനാമിക്സ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം ടെൽ-അവീവിൽ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവിടെ എല്ലാ സാറ്റർഡേയും പ്രതിഷേധം നടക്കാറുണ്ട്. ഇന്ന് വലിയ സാറ്റർഡേ ആണ് അവരുടെ വീക്ക്ലി ഹോളിഡേ എന്ന് പറയുന്നത്. ഇന്ന് വലിയ 10,000 പങ്കെടുക്കുന്ന ഈ ഗസ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രകടനം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നമുണ്ട്. പട്ടാളക്കാർ ഹെസിസ്റ്റൻ്റ് ആണ്, അങ്ങോട്ട് സർവീസിന് പോകാത്ത പ്രശ്നം. പിന്നെ ഈ പറഞ്ഞ ഇത്രയും ദിവസമായിട്ട് 1.5 വർഷമായി തീർത്ത് ഗോ സ്മാഷ് ഫിനിഷ് എന്ന് പറഞ്ഞ് പോയ സംഘമാണ് അവരുടെ ബന്ദികൾ ഇതുവരെ തിരിച്ചു പിടിക്കാൻ പറ്റിയെന്ന് മനസ്സിലാക്കണം. അത് ഫലസ്തീനികളുടെ ചെറുത്തുനിൽപ്പിൻ്റെ ബലമാണത്, ഹമാസിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ കരുത്താണത്. ഇത്രയും 1.5 വർഷം നോക്കൂ, ലോക ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഡെവസ്റ്റേഷൻ, അതിമാരകമായ ബോംബിങ്. 3 ഹിരോഷിമ അവിടെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന ആളുകളുണ്ട്, 5 ഹിരോഷിമ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന ആളുകളുണ്ട്. ആ ചിത്രങ്ങളാണ് നമുക്കറിയാം. ഒരു ബോംബ് വീഴാത്ത 1 ഇഞ്ച് പോലും ബാക്കിയില്ലാത്തൊരു ഭൂപ്രദേശമായ ഭൂപ്രദേശം മാറി. ഒരു നിവർന്നു നിൽക്കുന്നൊരു കെട്ടിടം പോലും അവിടെ ഇല്ല, മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നൊരു ആശുപത്രിയില്ല. മനുഷ്യ ജീവിതം സാധ്യമാകാൻ എന്തെല്ലാമാണോ വേണ്ടത് അതൊന്നുമില്ലാത്ത ഒരു തരിശു നിലമായി ഇദ്ദേഹം തന്നെ പറഞ്ഞ ട്രംപ് തന്നെ പറഞ്ഞ ഒരു നരകമായി ആ മഹാനഗരത്തെ മാറ്റി. എന്നിട്ടും ഈ പറഞ്ഞ ബന്ദികൾ ഇവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പിടിച്ചു പോകാൻ പറ്റുന്നില്ല. ഇന്നലെയും 2 ഇസ്രായേലി സൈനികർ ഗസയിൽ കൊല്ലപ്പെട്ടു. ഈ ജൂൺ മാസത്തിലാണ് ഈ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള നമ്മൾ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടത് 2025 ജൂണിലാണ്. എന്ന് പറഞ്ഞാൽ ഈ മാരകമായ തിരിച്ചടികൾക്ക് ശേഷവും ബോംബിങ്ങിന് ശേഷവും ആ ചെറുത്തുനിൽപ്പ് അവിടെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. നെതന്യാഹുവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഹമാസിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോലും IDF ഇസ്രായേൽ സേന എത്തിയിട്ടില്ല എന്നൊരു പ്രശ്നം അവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഹമാസ് എന്ന് പറയുന്ന അവൻ്റെ മിലിറ്ററി സ്ട്രക്ചർ, അതിൻ്റെ ഈ കമാൻഡ് കൺട്രോള് ഒക്കെ അതൊരു കൺവെൻഷണൽ ആർമിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ബറ്റാലിയൻസ്, പ്ലാറ്റൂൺസ്, ഡിവിഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ഒരു പട്ടാളം പ്രവർത്തിക്കുന്ന രീതിയിൽ. പക്ഷേ ഈ ഡെവസ്റ്റേഷന് ശേഷം അവർ വളരെ പെട്ടെന്ന് ഗറില്ല മോഡിലേക്ക് മാറി. അപ്പോൾ ഗറില്ല മോഡിലേക്ക് മാറിയപ്പോൾ അവർ പുതിയ രീതിയിലാണ് അവർ റിയാക്ട് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അതും ഇസ്രായേലി സേനയ്ക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതെത്ര കാലം എന്ന ചോദ്യം ഈ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിനകത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ലോകത്തെ ബഹുജനങ്ങളുണ്ടാക്കുന്ന സമ്മർദ്ദത്തിൻ്റെയും ഗസയിലെ പോരാളികൾ സൃഷ്ടിക്കുന്ന ചെറുത്തുനിൽപ്പിൻ്റെയും കൂടെ ഫലമാണ് ഈ പറയുന്ന ചർച്ചകളിലേക്ക് ഇസ്രായേൽ വരുന്നു എന്നുള്ളത്. ഇസ്രായേൽ ചർച്ചകളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു സൂചനയാണ്. അതൊരു 60 ദിവസത്തെ വെടിനിർത്തലാകുമോ, അതൊരു സ്ഥായിയായി നിലനിൽക്കുന്ന വെടിനിർത്തലാകുമോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണാം. ജിംസ്, 2 വെടിനിർത്തൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. രണ്ടും ഇസ്രായേൽ ഏകപക്ഷീയമായി അവസാനിപ്പിക്കുന്നതും ആക്രമണം പുനരാരംഭിക്കുന്നതും കണ്ടതാണ്. ഈ വെടിനിർത്തലിൻ്റെ സാധ്യത, ഒരു പൂർണ്ണമായ യുദ്ധവിരാമം ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ? ഈ വെടിനിർത്തലിൻ്റെ കാരണം തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പോൾ ഒരു വശത്ത് ഈ ഗസ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇറാനുമായുള്ള ആണവ ചർച്ചയ്ക്ക് അമേരിക്ക തുടക്കം കുറിക്കുന്നു, അത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒബാമയുടെ കാലത്ത് ഒപ്പിട്ട ആണവ കരാറുണ്ട്. ആ ആണവ കരാർ കോംപ്രഹെൻസീവാണ്. അതായത് അമേരിക്ക മാത്രമല്ല അതിലുള്ളത്, ലോകശക്തി രാജ്യങ്ങളെല്ലാം ചേർന്നിട്ടൊരു കരാറായിരുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ വാദപ്രകാരം ആ ആണവ കരാർ ഒപ്പിട്ടതോടുകൂടി ഇറാന് മേലുള്ള ഉപരോധങ്ങളിൽ ഇളവുണ്ടായി. അപ്പോൾ അവർക്ക് കൂടുതൽ ഫണ്ട് ലഭിക്കുന്നു, അവർ ഫ്രീസ് ചെയ്ത ഫണ്ട് തിരികെ ലഭിക്കുന്നു, അവരുടെ എണ്ണ വ്യാപാരം ഊർജിതമാകുന്നു. ആ പണം ഉപയോഗിച്ച് അവർ ഞങ്ങളെ വളയുന്ന അവരുടെ പ്രോക്സികൾക്ക് ഫണ്ട് ചെയ്യുകയാണ്, പ്രോക്സികൾക്ക് ആയുധം കൊടുക്കുകയാണ് എന്നാണ് ഇസ്രായേലിൻ്റെ വാദം. അപ്പോൾ ഈ ഗസയിൽ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കെ അമേരിക്ക ഒരു ആണവ കരാറുമായി മുന്നോട്ട് പോകുക. ട്രംപിനെ സംബന്ധിച്ച് ഒരു പുതിയ കരാർ എന്നുള്ളത് അയാളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. കാരണം ഒബാമ ഒപ്പിട്ട കരാർ അത് ഒരു വായ്ക്ക് കൊള്ളാത്ത കരാറാണ്.
അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറിയത്. അപ്പോൾ പിന്മാറിയ സാഹചര്യത്തിൽ ഒരു പുതിയ കരാർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ അതുമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകണം ട്രംപിനെ സംബന്ധിച്ച്. ആ സമയത്താണ് ഈ അങ്ങനെ ഒരു കരാർ സാധ്യമാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ എന്ത് ചെയ്യുന്നത്, ഇറാനെ പോയി അറ്റാക്ക് ചെയ്യുന്നതും അമേരിക്കയെ ആ യുദ്ധത്തിലേക്ക് വലിച്ചഴക്കുന്നതും. അപ്പോൾ അത് കഴിഞ്ഞു, അമേരിക്കയുടെ ബോംബിങ് കഴിഞ്ഞു, അവിടെ വെടിനിർത്തൽ സാധ്യമായി. ഇനി എന്ത്, വാട്ട് നെക്സ്റ്റ് എന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിലാണ് ഈ വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു, നെതന്യാഹുവിനെ അമേരിക്കയിലേക്ക് വിളിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ വ്യവസ്ഥകൾ പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പക്കാണോ എന്ന് നമുക്കറിയില്ല. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വ്യവസ്ഥകൾ 10 ഇസ്രായേലി ഹോസ്റ്റേഴ്സിനെ വിട്ടുപോകണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 18 മരിച്ചുപോയ ബന്ദികളുണ്ട്. ഹമാസിൻ്റെ കൈവശം ഇരുന്ന് മരിച്ചുപോയവരുണ്ട്, ബോംബിങ്ങിലും മറ്റുമായി മരിച്ചുപോയ ആളുകളുണ്ട്. അവരുടെ മൃതദേഹങ്ങളോട് വിട്ടുവിടണം. ഈ 18 ബന്ദികൾ എന്നാണ് മരിച്ചത്? അപ്പോൾ ആ ബോഡി അവരെവിടെയാണ് സൂക്ഷിക്കുന്നത്? ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഇത് ഒരു തരത്തിലുള്ള ആശുപത്രി സംവിധാനങ്ങളും പ്രവർത്തിക്കാത്ത. അപ്പോൾ ഇന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇന്ധനം ഇന്ന് കിട്ടിയില്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഹെൽത്ത് ഫെസിലിറ്റീസ് പോലും നിൽക്കാൻ പോവാണ്. അങ്ങനെയുള്ള ഗസയിൽ ഈ ബോഡികളൊക്കെ എവിടെയാണ് കൊണ്ടുവച്ചിട്ടുള്ളത്? 18 ബോഡികൾ എത്ര നാളായിട്ട് ഇവർ സൂക്ഷിച്ചു വയ്ക്കുന്നു? ഇങ്ങനെ കുറേയധികം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ 10 ബന്ദികൾ, 18 മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കണം. അതുപോലെ ഈ വെടിനിർത്തൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇവർ പിന്മാറണം. റെക്കഗ്നൈസൻസ്, അതുപോലെ സർവൈലൻസ്, ഇതൊക്കെ 10 മണിക്കൂറിലേക്ക് പരിമിതപ്പെടുത്തണം. അങ്ങനെ കുറേയധികം വ്യവസ്ഥകളുണ്ട്. അതിനുശേഷം ഈ വെടിനിർത്തൽ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതായത് വെടിനിർത്തലിൻ്റെ പീരീഡ് 60 ദിവസം എന്നുള്ള പീരീഡ് കഴിഞ്ഞാൽ വീണ്ടും ഈ നോർത്തേൺ ഗസയിലേക്കും നെറ്റ്സരീം കോറിഡോറിലേക്കും ഒക്കെ തിരിച്ചു വരാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം ഒരു ശാശ്വതമായ വെടിനിർത്തലിനെ ഞങ്ങളുള്ളൂ എന്നുള്ളതാണ്. ശാശ്വതമായ വെടിനിർത്തൽ സാധ്യമാക്കണം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഫലസ്തീൻ തടവുകാരുടെ മോചനം എന്നുള്ള കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നെതന്യാഹു അമേരിക്കയിൽ പോയത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇസ്രായേലിൽ ഒരു ഭാഗത്ത് നിന്നാണ് നടക്കുന്നത്. നെതന്യാഹുവിൻ്റെ കൂടെയുള്ള ആളുകൾ പറയുന്നത് ഒരു തരത്തിലുള്ള വെടിനിർത്തലും സാധ്യമാവില്ല എന്നാണ് അവർ വാശി പിടിക്കുന്നത്. മറുവശത്ത് നേരത്തെ ദാവൂദ് പറഞ്ഞതുപോലെ ഇന്ന് ആ പ്രൊട്ടസ്റ്റ് കണ്ട ഒരു ബാനർ ഭയങ്കര രസമാണ്. അമ്മമാരാണ് പിടിക്കുന്നത്. ഞങ്ങളുടെ മക്കളെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തലമുറകളായിട്ട് ഞങ്ങൾ ഭരണകൂടത്തിന് കൊടുക്കുകയാണ് യുദ്ധം ചെയ്യാൻ. അവിടെ നിർബന്ധിത സൈനിക സേവനമാണ് ഇസ്രായേലിൽ. എന്തിനു വേണ്ടിയെന്നാണ് ആ ചോദ്യം. അതുപോലെ ഇറാൻ ആക്രമണത്തിൽ തകർന്ന തെല്ലവീവിൻ്റെ ദൃശ്യങ്ങൾ അവർ പ്ലക്കാർഡായിട്ട് പിടിക്കുന്നു. അതായത് 2ാം ലോക മഹായുദ്ധകാലത്താണ് ഏറ്റവും അവസാനം തെല്ലവീവ് ഇതുപോലെ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അവർ ബാനർ പൊക്കി പിടിക്കുന്നു. അപ്പോൾ ഒരു വെടിനിർത്തൽ സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതെങ്ങനെ മനസ്സിലാക്കുന്നു, ഒരു ശാശ്വത വെടിനിർത്തലിൻ്റെ അനിവാര്യത എന്താണ് എന്ന് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ട്രംപ് അല്ല കേട്ടോ, അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എങ്ങനെ മനസ്സിലാക്കുന്നതനുസരിച്ചിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദാവൂദ് പറഞ്ഞ പോലെ വെസ്റ്റേൺ കൺട്രീസിൽ വരുന്നിട്ടുള്ള ബഹുജന സമ്മർദ്ദത്തോടൊപ്പം യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ഒരു ഡിസ്കഷൻ പേപ്പർ അവരുടെ അംഗരാജ്യങ്ങൾക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 4-5 ഓപ്ഷൻസ് ഇസ്രായേലിനെതിരെ അവർ വയ്ക്കുന്നു. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനും മറ്റ് നോൺ EU കൺട്രീസുമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള കരാറുകളുണ്ട്. അപ്പോൾ ഇസ്രായേലുമായി അത്തരം അസോസിയേഷൻ കരാർ, അസോസിയേഷൻ അഗ്രിമെൻ്റ് എന്നാണ് അതിന് പറയാം. ഇസ്രായേലുമായും യൂറോപ്യൻ യൂണിയൻ അങ്ങനെ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ആ കരാറിൻ്റെ ആർട്ടിക്കിൾ 2 ഇസ്രായേൽ ലംഘിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. അത് പ്രധാനമായും ഈ പറയുന്ന യുദ്ധക്കുറ്റങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഒരു അസോസിയേഷൻ കരാർ നിരന്തരം ലംഘിക്കുന്ന ഒരു രാജ്യത്തോട് എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കേണ്ടേ എന്ന് ചില അംഗരാജ്യങ്ങൾ ഉറച്ചു ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മുമ്പൊക്കെ ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അന്നാരും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഒന്ന് സ്പെയിൻ, ഒന്ന് ലാത്വിയ, മറ്റൊന്ന് മറ്റൊരു രാജ്യം കൂടിയുണ്ട്. 3 രാജ്യങ്ങളാണ് ഇതിനുവേണ്ടി, നെതർലാൻഡ്സ് അല്ല, 3 രാജ്യങ്ങളാണ് ഇതിനുവേണ്ടി ശക്തമായി വാദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വാദം വരുമ്പോൾ മറുഭാഗത്ത് ഇപ്പോൾ ഇസ്രായേലിനോട് ഏറ്റവും കൂടുതൽ കൂറ് പുലർത്തുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. ജർമ്മനി പോലും എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ കുറേയധികം രാജ്യങ്ങൾ ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്യാൻ യൂറോപ്യൻ യൂണിയൻ നിർബന്ധിതമാകുന്നൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അത് ഒന്ന് എംബാർഗോ, ഏതെങ്കിലും തരത്തിലുള്ള ഉപരോധം, അതുപോലെ ആയുധ കയറ്റുമതി നിർത്തിവെക്കൽ, അങ്ങനെ തുടങ്ങി, അതുപോലെ അക്കാദമിക സഹകരണങ്ങൾ, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സഹകരണങ്ങൾ നിർത്തിവെക്കൽ, അങ്ങനെ തുടങ്ങി 4-5 ഓപ്ഷൻ വയ്ക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് വേണം എന്ന് ഈ രാജ്യങ്ങൾ വാശി പിടിക്കുന്നതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തിയാൽ അത് ഡിപ്ലോമാറ്റിക്കലി വലിയ തിരിച്ചടിയായിരിക്കും, ചെറിയ തിരിച്ചടിയല്ല. യൂറോപ്യൻ യൂണിയൻ പോലെ വലിയൊരു ബ്ലോക്ക് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചാൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായിരിക്കും. അപ്പോൾ അത് മുന്നിൽ വെച്ച് ഒരു ട്രംപ് കാർഡ് ട്രംപ് ഇട്ടുകൊണ്ട് ഒരു വെടിനിർത്തലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും അദ്ദേഹം നോക്കുന്നുണ്ടാവുക. പക്ഷെ അത് ഞാൻ പറഞ്ഞതുപോലെ ട്രംപിന് മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ,
അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മൊത്തം ബോധ്യപ്പെട്ടാൽ മാത്രമേ അതൊരു സ്ഥായിയായ വെടിനിർത്തലിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പലതരം എക്സ്റ്റേണൽ ഇൻറ്റേർണൽ കാരണങ്ങളൊപ്പം ട്രംപിൻ്റെ സമ്മർദ്ദവുമാണ് ഇങ്ങനെ ഒരു വെടിനിർത്തലിലേക്ക് നയിക്കുന്നത്. അത് സ്ഥായി ആവട്ടെ, പൂർണ്ണമായ യുദ്ധവിരാമമാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.